അയ്യോ എനിക്ക് വയ്യേ, ഞാനിപ്പോ ചത്തുവേ. ദുർഗയും മഞ്ജുവും കരുണയും ഒക്കെ പറഞ്ഞത് 100% സത്യമാ. ഇവളുടെ തലവെട്ടം കണ്ടില്ല. അതിനു മുന്നേ എന്റെ കുഞ്ഞിന്റെ ഹൃദയം പണി മുടക്കി. വീട്ടിലൊരാൾക്ക് വിശേഷമുണ്ടല്ലേ അനിയത്തിക്കുട്ടിക്ക്? എന്നാ കേട്ടോ, മോൾക്കും അങ്ങനൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മോളും ഒരു കുഞ്ഞിന്റെ അമ്മയാവും. എടാ, അത് പെണ്ണുങ്ങളുടെ മനസ്സറിയാത്തോണ്ടാ മോനെ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് കുഞ്ഞില്ലാതെ ജീവിക്കാൻ പാടാ. അതിന് അവര് കുഞ്ഞിനെ ദത്തെടുത്താലോ? അങ്ങനെ വന്നാൽ പിന്നെ ആ കുഞ്ഞായിരിക്കും കണ്ണേട്ടന്റെ സ്വത്തിന് അവകാശി. അതാരും മറക്കരുത്. എന്താ ഒരാലോചന? അല്ല, ഇന്ന് ഞാൻ ആ അമ്മയെ കണ്ടിരുന്നു, പ്രവചനങ്ങൾ നടത്തുന്ന അമ്മേ. എന്നിട്ട് ഇത്തവണ പ്രവചനം എന്തെങ്കിലും നടത്തിയോ? കരുണയ്ക്കൊരു ഉണ്ണി പിറക്കാൻ പോകുന്ന കാര്യം എപ്പോഴാ അമ്മ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം നേരത്തെ അറിഞ്ഞതുപോലെയായിരുന്നു സംസാരം. ആ അമ്മ എന്താ പറഞ്ഞു? പറഞ്ഞത് കണ്ണേട്ടന് കേൾക്കുമ്പോ ചിരി വരും. അനിയത്തെ പോലെ തന്നെ ചേച്ചിക്കും അധികം വൈകാതെ ഒരു ഉണ്ണി പിറക്കും എന്നാ പറഞ്ഞ്. അതായത് ഞാനും ഒരു അമ്മയാവുന്ന്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കുംന്ന്. ഒന്നല്ല, ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുന്ന ആ അമ്മ പറഞ്ഞത്. അത് ശരി. അപ്പോ താനിനി വീണ്ടും കല്യാണം കഴിക്കാൻ പോകണം? ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം തമാശകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ടേ. പിന്നെ ഇതുപോലുള്ള പ്രവചനങ്ങൾ നടത്തിയ അത് ഫലിക്കണമെങ്കിൽ അതിന് വേറെ കല്യാണം കഴിച്ചേ പറ്റൂ. വൈദ്യശാസ്ത്രം തോറ്റുപോയതാണ്. അവിടെ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും മഹി. സംഭവിച്ചാലോ? വൈദ്യശാസ്ത്രങ്ങളുടെ മുകളിലല്ലേ ദൈവങ്ങളുടെ സ്ഥാനം. ദൈവത്തിന്റെ ഇടപെടലുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ദൈവങ്ങൾ ഇടപെടുമെന്നും എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത് പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും കഴിയണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാ. എന്നിട്ട് ദൈവം ഒരിക്കൽ പോലും എന്നെ കടാക്ഷിച്ചിട്ടില്ല. ഇനി കടാക്ഷിച്ചാലോ? കണ്ണേട്ടന്റെ ഈ തളർച്ച മാറിയ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ ആ അമ്മ ഇന്ന് പറഞ്ഞത്. ഈ തളർച്ചയെന്ന് ഈ ജന്മം എനിക്ക് മോചനമില്ല മഹി. അതൊരു സ്വപ്നം മാത്രം, ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. കണ്ണേട്ടന് വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നടന്നതല്ലേ? എന്നിട്ട് നടന്നില്ലേ? സ്വത്തും പണവും മോഹിച്ചു വരുന്നൊരു പെൺകുട്ടി ചിലപ്പോൾ എന്നെ പോലൊരാളെ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. എന്നാ തന്നെ പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അതുപോലെ തന്നെ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് കണ്ണേട്ടനെ സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ? ഒരു മികച്ച ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ മഹി, ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നെ ഏത് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും എന്റെ സുഹൃത്തുക്കൾ തയ്യാറായിരുന്നു. അനന്തും ഞാനും രണ്ടല്ല. എന്റെ വേദനകൾ അവന്റെ സങ്കടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തുള്ള സകല ഡോക്ടർമാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. റിസൾട്ടുകളൊക്കെ കണ്ട ശേഷം അവർ കൈമലർത്തായിരുന്നു. എന്റെ മനസ്സെന്നോട് പറയുന്നു കണ്ണേട്ടന് എപ്പോഴെങ്കിലും എണീറ്റ് നടക്കാൻ പറ്റുമെന്ന്. എന്റെ മനസ്സും ഒരു ഘട്ടം വരെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയാറേയില്ല. ഞാനങ്ങനെയുള്ള കാര്യങ്ങൾ സങ്കല്പിക്കാറ് പോലുമില്ല. ഇത്രയും കാലം
ഇങ്ങനൊരു ജീവൻ ഈ ഭൂമിയിൽ തന്നതിന് ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ വന്ന ശേഷം സത്യം പറയാലോ, തന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തിയതിന്റെ വേദനയുണ്ടെങ്കിലും അതിനൊപ്പം എനിക്ക് നല്ലൊരു കൂട്ടുകിട്ടിയതിന്റെ ആശ്വാസമുണ്ട്. ഇപ്പോൾ സ്നേഹിക്കാൻ മനസ്സുള്ളവരെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ അകന്നു പോകുമ്പോൾ ഭയങ്കര വേദനയാ. ഞാൻ പറഞ്ഞില്ലേ തന്നോട്, ആനന്ദവും ലേഖയും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോകാറില്ലെന്ന്. അവശത കൊണ്ടല്ല അങ്ങോട്ട് പോകാത്തത്. ഫ്ലൈറ്റ് പറന്നു വരുമ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എനിക്ക്. എൻ്റെ അച്ഛനും അമ്മ എന്നെ വിട്ടുപോയ ശേഷം എന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് അവരൊക്കെ, എൻ്റെ സുഹൃത്തുക്കൾ. അതിനുശേഷം ഇപ്പം താൻ വന്നു. അതുകൊണ്ട് താനിനി വിട്ടുപോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ദൈവം വിചാരിച്ചാലല്ലാതെ ഇനി നമ്മളെ വേർപിരിക്കാൻ പറ്റില്ല കണ്ണേട്ടാ. ഒരിക്കലും നമ്മൾ തമ്മിൽ രണ്ടായി പോവില്ലാന്ന് ആ അമ്മയും പറഞ്ഞു കഴിഞ്ഞു. എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്റെ അയ്യപ്പനെ നഷ്ടപ്പെട്ടപ്പോ അതെനിക്ക് കൊണ്ടുതന്നത് ആ അമ്മയാ. കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന ശേഷം നമ്മുടെ കല്യാണം നടക്കുന്നു പറഞ്ഞതും ആ അമ്മയാ. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഇവിടെയും. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിക്കാൻ പാടില്ല കണ്ണേട്ടാ. അതിന് ചിറക് മുളയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരിക്കൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അതേപടി നടക്കൂ. അനിയത്തി ഒരു അമ്മയാവാൻ പോകുന്നു അറിഞ്ഞപ്പോ ഒരു കുഞ്ഞിലേക്ക് അവളുടെ മനസ്സ് ഇടറി വീണിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വീട്ടിലൊരാൾക്ക് വിശേഷമുണ്ടല്ലേ അനിയത്തിക്കുട്ടിക്ക്? എന്നാ കേട്ടോ, മോൾക്കും അങ്ങനൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മോളും ഒരു കുഞ്ഞിന്റെ അമ്മയാവും. ഒന്നൊന്നും പറഞ്ഞൂടാ, 1-2 കുട്ടികളുടെ അമ്മയാകാനുള്ള യോഗം മോൾക്കുണ്ട്. അമ്മ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കില്ല എന്നായിരിക്കും മോള് ചിന്തിക്കുന്നേ. എന്നാ നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല മോളെ. മോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം വരും. മോളെ വാ. മോളെ മോർണിംഗ് വാ. പാടോ. വാമോളൂ. എന്താ കണ്ണേട്ടാ കൂടെത്താം.
ഇനി അങ്ങനൊരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കോ? ആഗ്രഹിച്ച എന്തും നടക്കുന്നല്ലേ പറയാറ്. എന്റെ പ്രാർത്ഥന കൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തി കൊണ്ട് ചിലപ്പോ ഇന്ന് കണ്ട സ്വപ്നം നാളെ യാഥാർത്ഥ്യമായേക്കാം. കണ്ണേട്ടന്റെ 12ാം വയസ്സിലുണ്ടായ ആ അപകടത്തിന് ശേഷം ഞാൻ എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചത് കണ്ണേട്ടന് വേണ്ടിയിട്ടാ. പ്രാർത്ഥിച്ച ആളെ തന്നെ എനിക്ക് ദൈവം തന്നു. ആ പ്രാർത്ഥന ഇന്നും തുടരുകയാ. ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇതാണ് ഒരു പെണ്ണിന്റെ മനസ്സിളക്കാൻ പറ്റിയ സമയം. ഇതെന്റെ കൂട്ടുകാരന്റെ മൊബൈൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് അവൾക്ക് മെസ്സേജ് അയച്ചാലും നമ്പർ തിരിച്ചറിയാൻ പറ്റില്ല. ഇതാരുടെ നമ്പറാ? ഇതാരാ എനിക്ക് അയച്ചത്? ഇതെന്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്യുന്നതാണല്ലോ. ഇതവളെ കൂടുതൽ ചിന്തിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇതിലേക്ക് ആടി ഉലയുന്ന മനസ്സ് കുറച്ചുകൂടി തീക്ഷ്ണമാവും. എന്താ ഇതൊക്കെ? കണ്ണേട്ടൻ കണ്ട കണ്ണേട്ടന് വിഷമാവും. നീ എന്തിനാണ് ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങിയത്? മുറിവൊക്കെ കരിയുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇവിടെ കിടന്നാൽ ശരിയാവില്ല അച്ഛാ. ശരീരം മൊത്തം ചതഞ്ഞിരിക്കുക. അതിനേതെങ്കിലും നല്ല ആയുർവേദ ഡോക്ടറെ കൊണ്ട് തടവിക്കണം. അതിന് പറ്റിയ നല്ല സ്ഥലമുണ്ട്, അങ്ങോട്ടാ പോകുന്ന. അതിന് ഞങ്ങൾ എന്തിനാടാ ഒഴിവാക്കുന്നേ? ഞങ്ങൾക്കും വന്നൂടെ? വേണ്ടമ്മേ,
എന്റെ കൂട്ടിനാ ദേ ഇവനെ വരുത്തിയത്. അന്ന് മഹാലക്ഷ്മിയുടെ മുറിയിൽ കയറിയത് ഇവനാ. ഡാ വണ്ടി എടുക്കടാ. ശ്രീമന്തിരി അതൊന്ന് തുറക്ക്. പതുക്കെ 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 പതുക്കെ. സൂക്ഷിച്ച്. അവിടെ എത്തിയിട്ട് നീ എവിടാന്ന് വിളിച്ച് പറയൂ. ആ അതൊക്കെ പറഞ്ഞോളാമേ. എനിക്ക് ഇവിടുത്തെ ചികിത്സ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എടാ നല്ല ഹോസ്പിറ്റലല്ലേടാ ഇത്. ഡോക്ടർമാരൊക്കെ പേരെടുത്ത ആൾക്കാരല്ലേ. പേരേ ഉള്ളൂ വെച്ചാ, അതിനപ്പുറം വലിയ ഗുണമൊന്നുമില്ല. ആ ഇതാകുമ്പോ 1-2 ആഴ്ച കിടന്ന് തിരുമ്മി കഴിഞ്ഞാലേ എല്ലാം ഒന്ന് സെറ്റാവും. ആ കണ്ണനടുത്തൊന്നും പറഞ്ഞേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇടാൻ. ആ ശരി. ഇവിടെ തന്നെ കിടന്ന അവള് വീണ്ടും ഇവിടേക്ക് വരും. ഇനി വീട്ടിലേക്ക് പോകുന്ന വെച്ചാ എന്നെ കാണാനെന്നും പറഞ്ഞ് അവിടേക്കും വരും. അതുകൊണ്ട് അജ്ഞാതവാസം തന്നെ ആശ്രയം. ആ വിഷമിക്കണ്ടമ്മേ, ഞാൻ നല്ലതിനു വേണ്ടിയിട്ടല്ലേ പോകുന്ന. നാടൻ ചികിത്സയും നാടൻ ഭക്ഷണമാ ഇപ്പൊ എനിക്ക് ആവശ്യം. എടുക്കടാ. തന്റെ ആലോചന ഇതുവരെ തീർന്നില്ലേ? എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് നടക്കുകയാണല്ലോ. അതല്ല കണ്ണേട്ടാ, അന്നത്തെ ആക്സിഡന്റിന് ശേഷം എന്താ ചികിത്സയൊക്കെ നിർത്തിയത്? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? അതേപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചല്ലേ. പക്ഷേ എപ്പോഴാ ചികിത്സ നിർത്തിയെന്നൊന്നും പറഞ്ഞില്ലല്ലോ. 4-5 വർഷം ചികിത്സയോട് ചികിത്സയായിരുന്നു. കഴിക്കാത്ത മരുന്നുകളില്ല. അവസാനം നാട്ടിലെ ഡോക്ടർമാരും വിദേശത്തെ ഡോക്ടർമാരും വിധി എഴുതി ഇനിയുള്ള എന്റെ ജീവിതം ദാ ഇങ്ങനെ തന്നെ ഒടുങ്ങുമെന്ന്. അനിയത്തി അമ്മയാവാൻ പോകുന്ന വാർത്ത അറിഞ്ഞ ശേഷം വല്ലാത്ത മാറ്റങ്ങളാണല്ലോ എന്റെ ഭാര്യയ്ക്ക്. ഒരു മാറ്റവും കണ്ണേട്ടാ. ആ അമ്മ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുക. എനിക്ക് തോന്നി ആ അമ്മ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം നല്ല കാര്യങ്ങളാ. എന്നാ ഇത് കുറച്ച് കടുത്തുപോയി. ഞാൻ അങ്ങനൊന്നും കരുതുന്നില്ല. നടക്കാത്ത കാര്യങ്ങൾ പറയാത്ത നാവാ. അതുകൊണ്ട് ചിലപ്പോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല കണ്ണേട്ടാ, ചില പാരമ്പര്യ വൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. എത്ര പണിമുടക്കിയ ഞരമ്പും നേരെയാക്കുന്നവര്. അന്നും നല്ല മർമാണിമാരെയൊക്കെ കണ്ടതാ. ഒരു ഫലം ഉണ്ടായില്ല. എന്നാലേ ആരോ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്റെ കണ്ണേട്ടനെ പഴയപടിയാക്കാൻ. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ താനത് ചെയ്യൂ. എന്താ കണ്ണേട്ടാ? എനിക്കേ ഇന്ന് കുറച്ച് പണി കൂടുതലുണ്ട്. നല്ലൊരു കട്ടൻ ചായ എടുക്കോ? ഓ, അതത്ര വലിയ കാര്യമൊന്നുമല്ല, ഇങ്ങനെ പറയാം. എന്നാ പിന്നെ പെട്ടെന്നേല്ലേ, അത് പോയി എടുത്തുണ്ടോ. വെറുതെ നടക്കാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ. അങ്ങനെയൊന്നും പറയണ്ട. എന്റെ ഭഗവാൻ ഇത്തിരി വൈകിട്ടാണെങ്കിലും എനിക്ക് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരിക്കും എന്നെ. എന്താ സംശയം? അത് ഞാൻ പലതവണ പറഞ്ഞല്ലോ. ഞാൻ സത്യം പറഞ്ഞ കണ്ണേട്ടനെ തേടി നടക്കായിരുന്നു. വെറുതെ പുഴു ഓടിക്കല്ലേ. എന്നെങ്കിലും ഒരു ദിവസേ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് കണ്ണേട്ടന് മനസ്സിലാവും. അതെ, കട്ടൻ ചായ വേണോ കാപ്പി വേണോ? ഏതായാലും കുഴപ്പമില്ല. എന്നാ പിന്നെ കട്ടൻ കാപ്പി എടുക്കാം. ആയിക്കോട്ടെ.